വാങ്കഡെ സ്റ്റേഡിയത്തിൽ നല്ല ഊക്ക് കളിയാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. മാച്ച് നമ്പർ 41 മുംബൈ വേഴ്സസ് സൺറൈസേഴ്സ് IPL 2026. കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയല്ലോ ദൈവത്തിന്റെ പോരാളികളെ. എന്തോന്ന് കളിയുടെ ഇത്. മുംബൈ നല്ലൊരു സ്കോറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 5 വിക്കറ്റാണ് നഷ്ടമായത്. ഞാൻ വിചാരിച്ച് മുംബൈ അത്യാവശ്യം ബോളിംഗ് ഒക്കെ പിടിച്ചെടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കളി മാറി, മൊത്തത്തിലങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. സൺറൈസേഴ്സ് അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. അതാണ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്നത്. നല്ല ബാറ്റിംഗ് ആയിരുന്നു സൺറൈസേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മുംബൈക്കാണ് ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. വിൽ ജാക്സും റിയാൻ റിക്കിൾട്ടണും കൂടെ അത്യാവശ്യം നല്ലൊരു പാർട്ണർഷിപ്പാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. റിക്കിൾട്ടൺ വന്നിട്ട് 123 സെഞ്ചുറി നേടി 55 ബോളിൽ നല്ലൊരു ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. വിൽസ് ജാക്ക് റൺ എടുത്തത് 46 റണ്ണിൽ 22 ബോള്. സൂര്യകുമാർ യാദവ് 5 ബോളിന് 5 റണ്ണ്. പിന്നെ നമാന്തിർ 22 റണ്ണ് 17 ബോള്. ഹാർദിക് പാണ്ഡ്യ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 31 റണ്ണ് 15 ബോളിൽ. തിലക് വർമ്മ 5 ബോളിൽ 7 റണ്ണ്. സൺറൈസേഴ്സിലോട്ട് വരികയാണെങ്കിൽ തുടക്കം മുതൽ അടിയോടടി, എന്തോ അടിച്ച് എന്ന് വെച്ചാൽ മുംബൈ ഫാൻസിന് മുംബൈ ടീമിനൊരു കൊട്ട് അണ്ണാക്കിൽ അടിയായി പോയിട്ട്. എന്തോന്ന് അടിയാണ് അടിക്കണത്. അഭിഷേക് ശർമ്മ 24 ബോളിൽ 45 റൺ എടുത്തു. ഹെഡ് മോനെ ട്രാവിസ് ഹെഡ് കിടിലം ബാറ്റിംഗ് ആയിരുന്നു. 30 ബോളിൽ 76 റണ്ണാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പുള്ളി. ഇഷാൻ കിഷൻ ഗോൾഡൻ ഡക്ക്. ക്ലാസൻ 65 റണ്ണ്. നിതീഷ് കുമാർ റെഡ്ഡി 21 റണ്ണ് 17 ബോളിൽ. സലീൽ അറോറ 10 ബോളിൽ 30 റണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു. കളി ജയിച്ചു സൺറൈസേഴ്സ്. 18ാമത്തെ ഓവറിൽ 18.4 ഓവറിൽ 249 റണ്ണ് എടുക്കും. അയ്യോ, എന്നാ കളിയടാ കളിച്ചത്. പിന്നെ മുംബൈക്ക് ഒരു വിജയ സാധ്യത ഉണ്ടായിരുന്നു 8ാമത്തെ ഓവറിലും 9ാമത്തെ ഓവറിലൊക്കെ ആകുമ്പോൾ ഞാൻ കളി മാറുമെന്നാണ് വിചാരിച്ചത്. അവിടെ 1-2 വിക്കറ്റ് തെറിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു കളി മാറുമെന്നാണ് വിചാരിച്ചത്. അവസാന നിമിഷം കൊണ്ട് തൊലച്ച് ആടിച്ച് പിരുത്ത് കളഞ്ഞു. ബുംറ ഓവർ 54 റണ്ണ്, ഹാഫ് സെഞ്ചുറി. ഓ മാൻ, ഒന്നും പറയല്ല. ബോളിങ്ങിൽ 54 റണ്ണാണ് കൊടുത്തത്, ഹാഫ് സെഞ്ചുറി. ഒരു കയ്യടി കൊടുത്തേ പറ്റൂ കേട്ടോ. ഇന്ന് എനിക്ക് ബോളിങ്ങിൽ അത്യാവശ്യം കുറച്ചെങ്കിലും ഇത്തിരിയെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാർദിക് പാണ്ഡ്യയും ബോൾട്ടുമാണ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ ബോളിംഗ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്തോന്ന് കളിയുടെ മൊത്തത്തിൽ പറഞ്ഞ കളി ഇതാണ് അവസ്ഥ. കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത IPL വിശേഷങ്ങളുമായിട്ട് കാണാം.